ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷിഹൂസ് വേൾഡ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാനിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഈ വ്ളോഗിൽ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. എങ്കിലും ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിനെ ഞങ്ങളൊന്ന് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയും അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക. കണ്ടിഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ അമ്നുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഹറൂനും ഇതേപോലെ ബർത്ത്ഡേക്ക് ഒരു നല്ല ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ അതിൽ നോക്കിയപ്പോൾ അങ്ങനെ നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അതിൽ കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മെഹറൂന് നല്ലൊരു അടിപൊളി ഒരു ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തു. പിന്നെ അത് നല്ല എങ്ങനെയൊക്കെയാണ് മോഡൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ലൊരു അടിപൊളി ഉടുപ്പ് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ബർത്ത്ഡേക്ക് അങ്ങനെ അവൾ ആ ഒരു ഉടുപ്പ് ഇട്ടിട്ട് കേക്ക് കട്ടിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാര്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഉടുപ്പ് തയ്ച്ചെടുത്തത് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം ആ ഒരു ഉടുപ്പ് കിട്ടിയതിന് ശേഷം ഞങ്ങളതും കൊണ്ട് അവളെയും കൊണ്ട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടോ. അവിടുന്ന് നല്ലൊരു അടിപൊളി നല്ലൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ മെഹറൂന് വേണ്ടിയിട്ട് തയ്ച്ചെടുത്തിട്ടുള്ള ഉടുപ്പ്. പറഞ്ഞ രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഉടുപ്പ് തയ്ച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഹറൂന് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റിലിടണേ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി അവിടുന്ന് അവളെ ഒരു നല്ല ഒരു ഫോട്ടോ എടുത്ത് കിട്ടാൻ കുറച്ച് നന്നായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് ബലൂൺസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അങ്ങനെ ബലൂൺസൊക്കെ ഒന്ന് ഊതി വീർപ്പിക്കാനൊക്കെ നിന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി കിട്ടിയിട്ടും അവളെ ഫോട്ടോ എടുക്കാൻ കിട്ടുന്നേ ഇല്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്ന് ഫോട്ടോ പോസിങ്ങിനായിട്ട് നിർത്താനായിട്ട് ഞങ്ങൾ നോക്കി. കുറച്ച് നേരം നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോയതിൽ എനിക്ക് തോന്നിയത് ഇതിലാറെ ഏറ്റവും നമുക്ക് ബെറ്റർ സ്റ്റുഡിയോന്ന് എടുക്കുന്നതിലാറൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ലൊരു ഭംഗിയിൽ ഫോട്ടോ എടുക്കുന്നതാണ്. കാരണം നമ്മൾ സ്റ്റുഡിയോന്ന് എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഇവരെ ഒരു നല്ല ഒരു ഫോട്ടോ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ആളുകൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ മക്കൾക്ക് കുറച്ച് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങി എണീറ്റിട്ടും ഫോട്ടോ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ അവരുടെ എല്ലാ സൗകര്യത്തിനനുസരിച്ച് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നതായിരിക്കും എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി കേട്ടോ. പിന്നെ ഏതായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാൻ പറ്റി. 2 ഡ്രസ്സിലാണ് അവളെ ഫോട്ടോ എടുത്തത്. സെക്കൻഡ് കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിന് പറ്റിയിട്ടുള്ള ഹെയർ ബാൻഡും അതുപോലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നും അവൾ തലയിൽ നിൽക്കാനേ സമ്മതിക്കുന്നില്ല. പിന്നെ അവളെ അറിയാതെയൊക്കെ ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അതങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ല ഒരു 2-3 നല്ല ഫോട്ടോ ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കുന്ന ആളെ ബാക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ പലതും പറഞ്ഞിട്ടാണ് കേട്ടോ അവളുടെ ശ്രദ്ധ മാറ്റി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തത്. എടുത്ത ഫോട്ടോയിലും അങ്ങനെ ചിരിച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഒന്ന് അനങ്ങാതെ ഒന്ന് റെഡിയായിട്ടൊന്ന് കിട്ടിയെന്ന് മാത്രം. അങ്ങനെ അവളുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്നുവിൻ്റെയും ആനിൻ്റെയും എൻ്റെയും ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. ഇത് ഞങ്ങൾക്ക് തിരിച്ച് റിയാദിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വിസ അടിക്കാനായിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ബർത്ത്ഡേക്കുള്ള കേക്കിൻ്റെ തയ്യാറെടുപ്പായിട്ടാണ്. മെഹറൂൻ്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ഒറ്റ കേക്കാക്കി വലുതാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനല്ല കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്, മെഹറൂൻ്റെ ഉമ്മയാണ്, സിനു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അമ്നുവിൻ്റെ ബർത്ത്ഡേക്ക് 2 കേക്ക് ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഹറൂൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് അവളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവൾക്കും അത്യാവശ്യം നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിൽ ഞങ്ങൾ കേക്കിനുള്ള സ്പോഞ്ചും കേക്ക് മാത്രം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ട് ബർത്ത്ഡേൻ്റെ അന്ന് പകൽ ഐസിങ്ങും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാത്രി കേക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചത്. ഇന്നത്തെ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. സാധാ കേക്കിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയും 250 ml കപ്പിൽ മൈദയും അതിൽ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു 3 മുട്ട അല്ലെങ്കിൽ ഒരു 4 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലോട്ട് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 1/2 കപ്പ് ഓയിൽ, അല്ലെങ്കിൽ 1/2 കപ്പ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിലും 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആ ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുത്തത്. ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തപ്പം നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാണ്. ഞാൻ ഒരുപാട് കേക്ക് റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ ഞാൻ കേക്ക് റെസിപ്പീസൊന്നും അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഉള്ളതിൽ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നല്ല രസത്തിൽ നല്ല ഭംഗിയിലും ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾ ഈ കേക്ക്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസത്തേക്ക് ഐസിങ്ങൊക്കെ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചതാണ്. ബർത്ത്ഡേൻ്റെ അന്ന് പകൽ റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ബർത്ത്ഡേൻ്റെ അന്ന് പകൽ എല്ലാം റെഡിയാക്കി വിപ്പിംഗ് ക്രീമൊക്കെ എടുത്ത് ബീറ്റ് ചെയ്യാൻ നിന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ബീറ്റർ ഒന്ന് കേടായി പോയി കേട്ടോ. അപ്പം ഞാൻ അമ്നുവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ നല്ല അടിപൊളിയായി ബീറ്റ് ചെയ്തൊക്കെ എടുത്ത് റെഡിയാക്കി കേക്കൊക്കെ റെഡിയാക്കിയതാണ്. അപ്പോൾ പെട്ടെന്ന് അന്ന് നോക്കിയപ്പോൾ ബീറ്റർ ഒന്ന് കേടായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗ്ഗം ഉണ്ടായില്ല. അല്ലെങ്കിൽ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലും നല്ല റെഡിയായി കിട്ടും. അതിന് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ മിക്സി വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ടൈമില്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിസ്കും എൻ്റെ കയ്യിൽ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗണാശയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ആ ഉള്ള ഗണാശയും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. കുറച്ച് വലുപ്പം കുറവായി പോയി എന്നുള്ളൂ. ഇത് 2 കേക്കാണ് ഞങ്ങൾ ഇത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ കേക്കിൻ്റെ വലുപ്പം കുറഞ്ഞു പോയത്. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഗണാശയും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മെഹറൂൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഡ്രസ്സിലേറെ നല്ലത് നല്ലൊരു ഫോട്ടോ അവളുടേത് നല്ലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ബർത്ത്ഡേൻ്റെ മുന്നേ പല പ്രാവശ്യം അവൾ ഒരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അവൾ നിന്ന് തരാത്തതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവളും ആനിയും അമ്മയും ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉമ്മാൻ്റെ കൂടെ നിൽക്കുന്നത്.
അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കുഞ്ഞൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആനീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞിപ്പെണ്ണിന് 1 വയസ്സ് തികഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.